നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാ? രാജലക്ഷ്മി അമ്മയാ. ഗത്യന്തരമില്ലാതെ ഗതികെട്ട് വിളിക്കുന്നത്. താനാ കോൾ അറ്റൻഡ് എന്നിട്ട് പറയണം വരാൻ പറ്റില്ലെന്ന്. മാഡം പറയടോ. താൻ ഇന്നു മുതൽ എന്റെ ആളാ, അത് മറക്കരുത്. താൻ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള തുക തനിക്ക് ഞാൻ തരും. എടുത്ത് പറയും. ഹലോ, എന്താ ജോത്സരെ ഇവിടെ വരാൻ ഇത്ര താമസം? എനിക്ക് വരാൻ പറ്റില്ല മാഡം. ഇതിനാണ് പ്രഹരം എന്നൊക്കെ പറയുന്നത്. ചെമ്പകമംഗലത്തെ മഹാരാജ്ഞിയുടെ തലക്കിട്ട് കൊടുക്കുന്ന പ്രഹരം. എന്താ രാജലക്ഷ്മി? ആ ജോത്സ്യന് വരാൻ പറ്റില്ലെന്ന്. അയ്യോ, അതെന്താ? അങ്ക കുറിച്ചിട്ട് പോയ ശത്രുക്കൾ അണിയറയിൽ വാള് രാഗി തുടങ്ങി. ഏറെ ശത്രുക്കളൊന്നുമില്ല ചാ, ഒരേ ഒരാൾ മാത്രം. എന്റെ പെങ്ങൾ ഇന്ദ്രജ. അവളായിരിക്കും ഇതിന്റെ കാരണക്കാരി. നീ മുറിക്കാത്തല്ലേ? അതെ. എന്താ? അതല്ല, മുറി കുറ്റിയിട്ട് പതുക്കെ സംസാരിക്കാവും. അവസാന നിമിഷം പോലും നമ്മൾ പിടിക്കപ്പെടാൻ ഇടവരരുത്. അതില്ല, ഞാൻ മുറി കുറ്റിയിട്ടിട്ടുണ്ട്. ചെമ്പകമംഗലത്തിപ്പോ മരത്തൂണുകൾക്ക് പോലും ചെവികളുണ്ടായി വരികയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ച എല്ലാം കൈകാര്യം ചെയ്യുന്ന നിനക്കാ അശ്രദ്ധ. ഞാൻ മറ്റൊരു കാര്യം ഷെയർ ചെയ്യാനാണ് നിന്നെ വിളിച്ചത്. നീ പറ വൈശാഖേ. എടീ, നമ്മൾ വല്ലാത്തൊരു കുരുക്കില. എന്താ? കല്യാണത്തിന് മുമ്പ് അവരാ പണം തരുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. കല്യാണം നടന്നാലേ അവരാ പണം തരൂ. അത് ശരിയാ, പക്ഷെ കല്യാണം വരെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അത് തട്ടിയെടുക്കാൻ വേണ്ടി എനിക്ക് മീനാക്ഷിയുടെ കഴുത്തിൽ താലി ഇടാൻ പറ്റുമോ? അത് എന്തൊരു ചതിയാണോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പണം 1-2 രൂപയൊന്നുമല്ല, 1 കോടി രൂപയെ. അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ആ പണമാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഏക ബേസ്മെന്റ്. ശരിയാ, പക്ഷെ അതിനിപ്പോ എന്ത് ചെയ്യും? കല്യാണത്തിന് മുമ്പ് തന്നെ ആ പണം ഞാൻ എങ്ങനെയെങ്കിലും കൈക്കലാക്കും. കൈക്കലാക്കിയേ പറ്റൂ. അതിനിപ്പോ അച്ഛനമ്മയും തന്നെ നിയോഗിക്കാം. ഏതായാലും നീ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നോക്കും. ഈ ബാഗ് സൂക്ഷിക്കണം. ഇതാ ചിലരുടെ ഭാവി ജീവിതത്തിന്റെ അടിത്തറ. എന്താ മോളെ ഈ ബാഗിൽ ഇങ്ങനെ നോക്കുന്നേ?
അത് നിനക്കുള്ള പണം തന്നെയാ. നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ വൈശാഖിന് കൊടുക്കുന്ന സ്ത്രീധന പണം. ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് ACP എത്ര പ്രാവശ്യം പറഞ്ഞമ്മേ. സ്ത്രീധന പണം എത്ര ചീപ്പാ അമ്മേ ആ വേർഡ്. മോളെ അത് ശരിയാ. ഇന്നത്തെ കാലത്ത് സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ തെറ്റാ. കാരണം അടുക്കളയിൽ ഹോമിക്കാനല്ല ഇന്ന് മാതാപിതാക്കള് പെൺമക്കളെ വളർത്തുന്നത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി ഉന്നത നിലയിൽ എത്തിച്ച ശേഷം മാത്രം വിവാഹം ആലോചിക്കുന്നതും നടത്തുന്നതും. അതവിടെ നിൽക്കട്ടെ. എന്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ, നിനക്കിപ്പോ ഒരു ജോലിയില്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാലും ഇവിടെ നിന്നാലും എന്റെ മോൾക്ക് ഒരു കുറവും വരരുത്. പണത്തിന് അതിൻ്റെതായ വിലയുണ്ട് മോളെ. പണമില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുവോ? സമ്പത്തിന്റെ കാര്യത്തിൽ നിനക്കൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പേരില് നിനക്കൊരു വില കുറവ് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാ അവര് ചോദിക്കുന്ന പണം എന്റെ അമ്മ എന്റെ മോൾക്ക് തരുന്നത്. അത് നിന്റെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടിയാ. അതിന്റെ പേരില് എന്റെ മോളെ ആരും മാറ്റി നിർത്തരുത്. പക്ഷെ ഈ പണം അങ്ങോട്ട് കൊടുത്തുള്ള കല്യാണത്തെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അഭിപ്രായമില്ല. പെണ്ണു വീട്ടുകാർ കൊടുക്കുന്ന പണം യാതൊരു ഉളുപ്പും കൂടാതെ വാങ്ങി പുട്ടും കടലെ അടിക്കുന്ന യൂസ്ലെസ്സുകളോട് എനിക്ക് പരമ പുച്ഛമാ. എന്റെ മോള് അത്രയ്ക്ക് അങ്ങ് പുരോഗമനവാദിയൊന്നും ആവണ്ട. ഞാൻ ഫെമിനിസ്റ്റ് ആയതൊന്നും അല്ല, സത്യം പറഞ്ഞതാ. അതെ, ഇക്കാര്യം പറഞ്ഞിനി വൈശാഖനോട് തർക്കൊന്നും വേണ്ട. അമ്മേ, ഈ ആനകളെ അമ്പലത്തിലേക്ക് നടക്കിരുത്തിയ കാശ് അങ്ങോട്ട് കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, നേരാണോ? ആ, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ആന ഇടറി ഒരു 5-6 പേരെ ചവിട്ടിക്കൊന്ന അതിന് നഷ്ടപരിഹാരം ആര് കൊടുക്കും? അതൊന്നും എനിക്കറിയില്ല. അല്ല, മോളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഓ, വെറുതെ ചിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഈ ബാഗിലാണ് ആ കഴുകന്റെ കണ്ണുകൾ. ഒരു കാരണവശാലും ഇത് തൊടാൻ അവനെ അനുവദിക്കരുത്. എന്താ മോളെ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.